പ്രിയമുള്ളവരെ, വിനാശകരമായ ഈ യുദ്ധം ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുമ്പോൾ പല വിധത്തിലും അതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പലരും ചിന്തിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത് അവിടെ യുദ്ധം നടക്കുന്നതിന് നമുക്കെന്താ എന്നാണ്. അതെ, നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് മിസൈൽ വന്ന് വീഴാത്തിടത്തോളം കാലം നമുക്ക് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. പലപ്പോഴും യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴും അതുപോലെ തന്നെ യുദ്ധത്തിനെതിരെ പല കൂട്ടായ്മകൾ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുമ്പോഴും പലരുമൊക്കെ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അവിടെ യുദ്ധം നടക്കുന്നു, ആ രാജ്യങ്ങൾ തമ്മിൽ എതിർപ്പുണ്ട്, ശത്രുതയുണ്ട്, അവർ പക പോകട്ടെ, അതിലിപ്പോൾ നമ്മൾ ഇടപെടേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് മിസൈൽ വീണിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ തീന്മേശയിലേക്ക് മിസൈൽ വന്ന് വീണിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ, യുദ്ധത്തിൻ്റെ ഭാഗമായി നമ്മൾക്കും ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രതിസന്ധി വന്ന് നമ്മുടെ അന്നം മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് ഹോട്ടലുകൾ പൂട്ടി, ഒരുപാട് വീടുകളിൽ അവിടെ അടുപ്പിലെ തീയണഞ്ഞു. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ വിറകടുപ്പൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. ഫ്ലാറ്റുകളിലാണെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സംവിധാനവുമില്ല. കരിഞ്ചന്തയിൽ പോലും ഗ്യാസ് കിട്ടാനില്ല എന്നാണ് പല കുടുംബങ്ങളും പറയുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി സമൃദ്ധിയിൽ ഊണ് കഴിക്കാൻ ചെന്നപ്പോൾ ഒരു ഫാമിലി എത്തിയിരിക്കുകയാണ്. കുട്ടികൾ യൂണിഫോമില്ല, സ്കൂൾ യൂണിഫോമിലാണ്. അപ്പോൾ അവർ പറഞ്ഞതിങ്ങനെയാണ്, ഗ്യാസില്ല, ഇപ്പോൾ ഇവിടെ വന്നാണ് ഉച്ചഭക്ഷണവും രാവിലെയും വൈകിട്ടുമൊക്കെ. സമൃദ്ധി ഇപ്പോൾ വിറകിനെ ആശ്രയിച്ചാണ് അവിടെ പാചകമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ എന്തായാലും 3 നേരവും ഭക്ഷണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മളും ഇപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മറികടക്കാൻ സംവിധാനമില്ല. ഇപ്പോൾ പലരും ഇൻഡക്ഷൻ കുക്കറിനെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഞാനും അതുപോലെ അവസ്ഥയിലേക്ക് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒടുവിൽ എല്ലാവരെയും പോലെ ഞാനും ഇതാ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങി. ഇൻഡക്ഷൻ കുക്കർ മാത്രം വാങ്ങിയാൽ പോരല്ലോ, അതിന് പറ്റുന്ന തരത്തിലുള്ള പാചകം ചെയ്യാൻ പറ്റുന്ന അതേ കുക്കറുകൾ, അതിനേതാണ് പല സൈസിലുള്ള വലിപ്പത്തിലുള്ള കുക്കറുകൾ വാങ്ങി, അതുപോലെ ഫ്രൈ പാനും മറ്റും തവയൊക്കെ അതുപോലെയുള്ളത് വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ കീശ കീറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരും. KSB ബില്ല് വരുമ്പോൾ സോളാർ ചെയ്തതുകൊണ്ട് വലിയ തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകാം. ഇപ്പോൾ എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, സോളാർ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. സോളാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 2,20,000 വരും 3 kV ഒക്കെ എടുക്കുമ്പോൾ. ഏറ്റവും കുറഞ്ഞതാണ്, നമുക്ക് ചെറിയ വീടുകൾക്കൊക്കെ അത് മതിയാവുന്നതാണ്. അപ്പോൾ സബ്സിഡി എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 1,40,000 രൂപ അത് SBI വായ്പ തരും കുറഞ്ഞ പലിശ നിരക്കിൽ. കറണ്ട് ചാർജ് അടക്കുന്ന തുക അങ്ങോട്ട് അടച്ചാൽ നമുക്ക് ഈസിയായി ഇത് അടച്ചു പോകാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ ചെയ്തു തരുന്ന ഏജൻസികളുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്തരത്തിൽ സോളാറിനെ ആശ്രയിക്കുക. ഇത്തരം പ്രതിസന്ധിയെ നമുക്ക് തൽക്കാലത്തേക്ക് മറികടക്കാൻ കഴിയും. തൽക്കാലത്തേക്ക് നല്ല ഒരു നമുക്ക് KSE നമ്മുടെ വീട്ടിലെ മറ്റു വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഊർജ്ജ സംവിധാനമാണ് സോളാർ. അപ്പോൾ പലർക്കും ഇത് പിന്തുടരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.